സർ, തുടർഭരണം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർക്കാർ സ്ഥാനം ഒഴിയേണ്ടി വരില്ല, ഈ സർക്കാർ തന്നെ തുടരും എന്നത് തന്നെയായിരുന്നു അവരുടെ ആപ്തവാക്യം പോലും. പക്ഷേ ചോദ്യം എന്ന് പറയുന്നത് LDFന് എത്ര സീറ്റ് കിട്ടും എന്നുള്ളതാണ്. അവർ പ്രതീക്ഷിക്കുന്നത് ഒരു വൻ ഭൂരിപക്ഷമാണെങ്കിൽ അവരിൽ പല നേതാക്കളും പറയുന്ന ചില സീറ്റുകളുണ്ട്, ചില എണ്ണക്കണക്കുകളുണ്ട്. ആ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ലഭിക്കേണ്ടുന്നത് ഭൂരിപക്ഷമല്ല എന്നതാണ് യാഥാർത്ഥ്യം. സാറിന്റെ വിലയിരുത്തൽ എന്താണ്? ഇപ്പോൾ LDFന് 99 സീറ്റുകളാണ് ഉള്ളത്. അതിന് തൊട്ട് മുമ്പ് 91 സീറ്റുകൾ. അപ്പോൾ മൂന്നാം ഊഴം പിണറായി വിജയന് ലഭിക്കും എന്ന് അവർ ഉറപ്പിച്ച് അവകാശപ്പെടുമ്പോൾ എത്ര സീറ്റാണ് അവർക്ക് ലഭിക്കേണ്ടത്? എത്ര സീറ്റിൽ വിജയിക്കും എന്നാണ് അവർ അവകാശപ്പെടേണ്ടത്? വളരെ കൗതുകകരമാണ്. LDF ജയിക്കും എന്ന് പറയുന്ന നേതാക്കന്മാരും CPM സംസ്ഥാന കമ്മിറ്റിയും 99 സീറ്റിന് മുകളിൽ തങ്ങൾക്ക് കിട്ടും എന്ന് അവകാശപ്പെട്ടിട്ടേയില്ല. ഞാൻ മുഴുവൻ സൈബർ സഖാക്കളുടെയും ഫേസ്ബുക്ക് പേജുകളൊക്കെ പരതി നോക്കി. ഒരു 77-78 സീറ്റിന് മുകളിലേക്ക് ആരും പറയുന്നില്ല. എന്തുകൊണ്ട് പറയുന്നില്ല? കാര്യം LDFന് ശക്തമായ ഒരു UDF തരംഗമുണ്ടെന്ന് UDF അവകാശപ്പെടുന്ന സമയത്തും വൻ വിജയം നേടണമെങ്കിൽ നിലവിലുള്ള സീറ്റുകൾ നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? നന്നായി പഠിച്ച് ഞാൻ പരീക്ഷ എഴുതി, പക്ഷെ 100-ൽ എനിക്ക് 35 മാർക്കേ കിട്ടത്തുള്ളൂ, കഷ്ടിച്ച് ജയിക്കും എന്ന് പറയുന്നതിന്റെ ലോജിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. 99 സീറ്റുകൾ നിലവിലുള്ള CPMന്റെ നേതൃത്വത്തിലുള്ള പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി. കിഫ്ബി മുഖേന എല്ലാ ഇടങ്ങളിലും വലിയ പാലങ്ങൾ വന്നു, കെട്ടിടങ്ങൾ വന്നു, ആശുപത്രികൾ വന്നു. അങ്ങനെ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ട് ഈ പ്രാവശ്യം തങ്ങൾ ജയിക്കും എന്നാണ് അവകാശപ്പെടുന്നത്. കാരണം കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടു. 18 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചതെന്ന് ആലോചിച്ച് നോക്കൂ. BJPക്കും ഒരു സീറ്റ്, LDFനും ഒരു സീറ്റ്. അതിനുശേഷം നടന്ന 4 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ പുതുപ്പള്ളി, തൃക്കാക്കര, നിലമ്പൂർ, പാലക്കാട് ഈ തെരഞ്ഞെടുപ്പുകളിൽ വൻ പരാജയമാണ് LDFന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിനുശേഷം നടന്ന ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ 39,400 ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് 12,201 കുറഞ്ഞു. അതിനുശേഷമാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ വർഷം അവസാനം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP നേടി. എല്ലാ മുനിസിപ്പൽ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എല്ലാ സ്ഥലങ്ങളിലും അപ്രതീക്ഷിതമായ തിരിച്ചടി LDFന് ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്നിട്ടും തങ്ങൾ എന്തുകൊണ്ട് ജയിക്കും എന്ന് ഇവർ അവകാശപ്പെടുന്നത് 2-3 കാരണങ്ങൾ കൊണ്ടാണ്. മറുപുറത്തുള്ള UDFനെ നയിക്കുന്ന VD സതീശൻ ന്യൂണേഷനാണ്, നുണ പറയുന്ന ഒരാളാണ് എന്നായിരുന്നു LDF ക്യാമ്പയിന്റെ പൊരുൾ മുഴുവൻ. വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടി കോൺഗ്രസ് പിരിച്ച ഫണ്ട് അടിച്ചുമാറ്റി എന്നുള്ളതായിരുന്നു തിരഞ്ഞെടുപ്പിൽ അവർ മുഖ്യ ആരോപണമായി UDFന് മേൽ ഉയർത്തിയിരുന്നത്. മാത്രമല്ല ഒട്ടേറെ കാലം മുടങ്ങിയ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു, ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ആരംഭിച്ചു, സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെ മുടങ്ങിയ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ ആരംഭിച്ചു, പുതിയ ശമ്പള കമ്മീഷനെ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് മുൻകാലങ്ങളിൽ LDF വിട്ടുപോയവരെല്ലാം വന്ന് തങ്ങൾക്ക് വോട്ട് ചെയ്യും. അങ്ങനെ മൂന്നാം ഊഴം കിട്ടും. കാര്യം പിണറായി അല്ലാതെ LDF അല്ലാതെ വേറെ ആരുണ്ട് എന്നാണ് കേരളത്തിലെ മുക്കിലും മൂലയിലും വെച്ചിട്ടുള്ള ബോർഡുകളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നത്. പിണറായി വിജയൻ തന്നെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയധിഷ്ഠിതമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നടത്തിയത്. ഇത്രയൊക്കെ അനുകൂല സാഹചര്യമുണ്ട് എന്നവർ അവകാശപ്പെടുമ്പോൾ തീർച്ചയായും 99 സീറ്റിന് മുകളിലല്ലേ കിട്ടേണ്ടത്? അങ്ങനെയല്ലേ അവർ അവകാശപ്പെടേണ്ടത്? ഒന്നുകൂടി വിശദമായി പറഞ്ഞു കഴിഞ്ഞാൽ 99 മേൽ ഓരോ വർഷവും പൂർത്തിയാക്കിയ ഓരോ വർഷവും അതിന് ഓരോ സീറ്റ് വീതം കണക്കാക്കി കഴിഞ്ഞാൽ, പൂർത്തിയാക്കിയ ഓരോ വർഷത്തിനും ഒരു കുതിരപ്പവൻ വെച്ച് കണക്കാക്കി കഴിഞ്ഞാൽ 99-ഉം 10-ഉം 109 സീറ്റുകൾ കിട്ടും എന്നാണ്, മിനിമം കിട്ടുമെന്നാണ് LDF ന്യായയുക്തമായി അവകാശപ്പെടേണ്ടത്. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ LDF-കാർ പോലും എന്നെ കളിയാക്കും.
കാര്യം അതൊന്നും അത്രയൊന്നും അവകാശവാദം അവർക്കില്ല, തീരെ അവകാശവാദമില്ല. അത് സൂചിപ്പിക്കുന്നത് LDFന്റെ 3-ാം ഊഴം കിട്ടും എന്നുള്ള അവകാശവാദം ഒരു വസ്തുതകൾക്ക് അടിസ്ഥാനമാക്കി നടത്തിയിട്ടുള്ള വിലയിരുത്തലുകൾ അല്ല. ഇന്റേണൽ വിലയിരുത്തൽ, ആഭ്യന്തര വിലയിരുത്തൽ, ഈ ഇരുത്തലുകൾ എന്താണ് എന്ന് ഒരു പാർട്ടിയും പരാജയപ്പെടുവാൻ പോവുകയാണെങ്കിൽ ജനങ്ങളുടെ അടുക്കൽ പറയുന്ന ഏർപ്പാടില്ല. മാത്രമല്ല പണ്ടത്തെ ബഹുജന ബന്ധമൊന്നും പാർട്ടിക്കില്ലാത്തതുകൊണ്ട് പാർട്ടി അംഗങ്ങൾ ബ്രാഞ്ച് തലം മുതൽ വാർഡ് തലം മുതൽ കണക്കാക്കുന്ന കണക്കുകളൊക്കെ പുകയാണ്, വെറും പുകയാണ്, തെറ്റാണ് എന്ന് പല തിരഞ്ഞെടുപ്പുകളിലും വ്യക്തമായും അവർക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. പണ്ട് സഖാവ് എന്ന് പറഞ്ഞാൽ മഹാനായ P. കൃഷ്ണപിള്ളയാണ്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരിൽ ഒരാൾ. അദ്ദേഹം 1949 ഓഗസ്റ്റ് 19-ാം തീയതിയാണ് 48 ഓഗസ്റ്റ് 19-ാം തീയതിയാണ് ആലപ്പുഴയിലെ മുഹമ്മയ്ക്കടുത്ത കണ്ണർക്കാട് ഒളിവിൽ താമസിക്കുമ്പോൾ ഒരു കയർ തൊഴിലാളിയുടെ വീട്ടിൽ ഒളിവിൽ താമസിക്കുമ്പോൾ പാമ്പ് കടിയേറ്റ് മരിച്ചത്. മരിക്കുമ്പോൾ ജീവൻ നഷ്ടപ്പെടുന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നപ്പോൾ വിറയാറുന്ന കൈകൾ കൊണ്ട് അദ്ദേഹം 2 വരി എഴുതി: സഖാക്കളെ മുന്നോട്ട്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്. പിന്നീട് മാർക്സിസ്റ്റ് താത്വിക ആചാര്യനായ K. ദാമോദരൻ സഖാക്കളെ മുന്നോട്ട് എന്ന പേരിൽ ഒരു പുസ്തകവും എഴുതിയിട്ടുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മാർച്ചിങ് സോങ് ആണ് P. കൃഷ്ണപിള്ളയുടെ അന്ത്യമൊഴിയായ സഖാക്കളെ മുന്നോട്ട്. അപ്പോൾ പിണറായി വിജയൻ 3-ാം ഊഴം തേടുമ്പോൾ, പിണറായി മയമായി ഇലക്ഷൻ ക്യാമ്പയിൻ സമാപിക്കുമ്പോൾ, ഇനി റിസൾട്ട് വരാൻ ഏതാനും ദിവസം മാത്രമുള്ള ഈ അവസാന നിമിഷത്തിലെങ്കിലും സഖാക്കളെ മുന്നോട്ട് നമുക്ക് കിട്ടുന്നത് 99 സീറ്റുകളല്ല, 109 സീറ്റുകളെങ്കിലും മിനിമം നമുക്ക് കിട്ടേണ്ടതാണ്. നമുക്ക് കിട്ടും. നമ്മൾ മുന്നോട്ട്, സഖാക്കളെ മുന്നോട്ട്, പിണറായി വിജയന് 3-ാം ഊഴം ഉറപ്പ് എന്നാണ് സഖാക്കൾ എല്ലാവരും ഒന്നിച്ച് ഒരു ഇൻക്ലാബ് സിന്ദാബാദ് വിളിയോടുകൂടി പറയേണ്ടത്. വൈകിയ വേളയിലെങ്കിലും അവർ അങ്ങനെ പറയും എന്നാണ് എന്റെ പ്രതീക്ഷ. ബംഗാൾ തെരഞ്ഞെടുപ്പ് ഫലവും മെയ് 4-ാം തീയതി പുറത്തു വരുന്നുണ്ട്. അവിടെ വലിയ തോതിൽ LDF അല്ല, അവിടെയുള്ളത് ഇടതുപക്ഷ മുന്നണി, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമുള്ള മുന്നണി. ഈ പ്രാവശ്യം കോൺഗ്രസ് ആയിട്ട് ഐക്യമില്ല. ആ മുന്നണി തിരിച്ചു വരും എന്നും കേരളത്തിലെ സഖാക്കന്മാർ സൈബർ ഇടങ്ങളിൽ വലിയ പ്രചാരണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇതേപോലെ തന്നെ ചുമന്ന കൊടിയൊക്കെയുള്ള 100-500 പേർ പങ്കെടുത്ത യോഗത്തിന്റെ അല്ലെങ്കിൽ റാലിയുടെ പടങ്ങൾ വെച്ചിട്ട് സൈബർ സഖാക്കൾ മുഴുവൻ ആഘോഷിച്ചിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ TMCയെ പിന്തള്ളി CPM-ഉം CPI-യും ഒക്കെ ബംഗാളിൽ തിരിച്ചു വരും എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അവർ അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരുമെന്ന് മാത്രമല്ല, ഭരണം പിടിച്ചെടുക്കുമെന്ന് പോലും കേരളത്തിലെ സഖാക്കന്മാർ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഒരു സീറ്റെങ്കിലും ബംഗാളിൽ കിട്ടിയാൽ അത്രയും ഭാഗ്യമായി എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് കേരളത്തിൽ അവകാശവാദം ഉന്നയിക്കുമ്പോൾ ബംഗാളിലും അവകാശവാദം ഉന്നയിക്കുന്ന സഖാക്കന്മാർ കേരളത്തിലുണ്ട്. ബംഗാളിലെ സഖാക്കന്മാർ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് ഒട്ടും വ്യക്തമല്ല. കാര്യം ബംഗാളിന്റെ യാഥാർത്ഥ്യം അങ്ങനെയാണ്. ആകെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെതായി RSPയുടെ 1 സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. CPI-ക്കും ഒക്കെ സമ്പൂജ്യരായ അവസ്ഥയാണ് അവിടെ ഉള്ളത്. തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ എണ്ണം വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് വിജയം അവകാശപ്പെടുന്നത് എത്രമാത്രം തെറ്റാണ്, അർത്ഥശൂന്യമാണ് എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങളൊക്കെ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവും. പക്ഷെ കേരളത്തിലെ സഖാക്കന്മാർക്ക് ഇതൊന്നും ബോധ്യം വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, ബംഗാളിലെ കൂടി അവസ്ഥ മുൻനിർത്തി വീണ്ടും ഒരുപക്ഷെ സ്വയം ആത്മകഥം പോലെ പറയാം, സഖാക്കളെ മുന്നോട്ട്. നമ്മൾ ജയിച്ചാലും പ്രശ്നമില്ല, തോറ്റാലും പ്രശ്നമില്ല. P. കൃഷ്ണപിള്ള പറഞ്ഞതുപോലെ മുന്നോട്ട് തന്നെ പോകണം. ഇൻക്ലാബ് സിന്ദാബാദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.